യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 12-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായം അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം അവിടെ എന്തുണ്ട്? കൃപയുണ്ട്. കൃപയുടെ ഡെഫിനീഷനുണ്ട്. കൃപ എന്തിനാന്ന് പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ഭാഗങ്ങളൊന്നും ചിന്തിക്കാം. ഒന്നുകൂടെ 7-ാമത്തെ വാക്യം 12 2 Corinthians 12:7. വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നെഗളിച്ച് പോകാതിരിക്കാൻ തനിക്ക് ദൈവം ധാരാളമായിട്ട് കൊടുത്തത് എന്തുവാ? ശുശ്രൂഷ. അപ്പോൾ എന്തും നമുക്ക് അധികം കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും? പണമാണേലും ആരോഗ്യമാണേലും സൗന്ദര്യമാണെങ്കിലും എന്തും. അതുകൊണ്ടാണ് കർത്താവ് നമുക്കെല്ലാം എന്ത് തന്നിരിക്കുന്നത്? ലിമിറ്റഡായിട്ട് തന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അധികം തന്ന മനുഷ്യനാ ആരും എന്തു ചെയ്യും? പൗലോസ് പറയുന്നു, ഞാൻ നിഗളിച്ച് പോകാതിരിക്കാൻ ഒരു കുന്തവുമായിട്ട്. നിങ്ങളും ദൈവത്തിൻ്റെ ക്രമീകരണം നോക്കിക്കുക. ബ്രേക്ക് കൂടുമ്പോൾ, സ്പീഡ് കൂടുമ്പോൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ പൗലോസിന് ഇടയ്ക്ക് ഞാൻ 3 ഭൂഖണ്ഡത്തിൽ ഞാൻ ഇത്രയും പേര് എന്നേക്കാളൊക്കെ മുൻപ് വന്ന് യേശുവിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പത്രോസും യോഹന്നാനും യാക്കോബിനേക്കാളൊക്കെ ഞാൻ എന്തുവാ? ശക്തരാ. പിശാചിന് എന്നെ പേടിയാണല്ല എന്ന ഒരു നെഗളം. വെളിപ്പാടൊക്കെ കണ്ടു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഫ്ലോയാ. ജയിലിൽ കിടന്നാലും എന്തുവാ? വെളിപ്പാടാ. രണ്ടാമത് ജയിലിൽ കിടക്കുമ്പോൾ അതിലും ആഴത്തിലുള്ള. അപ്പോൾ അറിയാതെ ഏത് മനുഷ്യനും എന്തു വരും? ലോർഡ് ഈസ് യൂസിങ് മീ മൈറ്റിലി. ഭയങ്കര ശക്തമായിട്ട് എന്നെ ഉപയോഗിക്കുന്നു. എന്നെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏത് മനുഷ്യനും എന്തു വരും? ആ കാലഘട്ടത്തിൽ അധികം ദൈവദാസന്മാരും ശക്തരും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിശക്തനായിട്ട് പൗലോസിനെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ സ്വന്തം കർത്താവ്, ഇനി ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യത്തേക്കാൾ കൂടുതൽ ചില ദൈവദാസന്മാർ ചിന്തിക്കും, കർത്താവിന് എന്നെ കൊണ്ടാണ്, ഞാനില്ലേ കർത്താവ് കഷ്ടത്തിലാകും എന്നുള്ള മട്ടിൽ വരെയും ദൈവദാസന്മാർ ചിന്തിച്ചു പോകും. മനുഷ്യനല്ലേ ഒരിച്ചിരി കിട്ട പുഴു പോലും കിടന്ന് ഞൊളയ്ക്കും. ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട്. ഞാൻ ആരാന്നറിയാമോ? മനുഷ്യൻ്റെ സ്വഭാവമാണ്. ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് വന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു അഹങ്കാരം വരുമ്പോൾ ഒരു സാത്താൻ എന്ത് ചെയ്യും? ആരാണ് ജയിപ്പിക്കുന്നത്? ദൈവം സാത്താനെ കൊണ്ട് എന്നെ കുത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ക്ഷീണം വരുമ്പോഴും രോഗം വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രയാസം വരുമ്പോഴും മനുഷ്യൻ നമ്മളെ നിന്ദിക്കുമ്പോഴും ഏതുവിധ കഷ്ടത ദൈവം സാത്താനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ എന്നെ ഉണർത്തുവാൻ. ഞാൻ ഉടനെ എന്തു ചെയ്യും? മുട്ടുമടങ്ങാത്ത മുട്ടൊക്കെ തന്നെ മടക്കിക്കോളും. കഷ്ടത കൂടുമ്പോൾ മുട്ട് മടക്കത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? മടക്കിയാലേ പറ്റൂ. വചനമാ പറയുന്ന, സൃഷ്ടാവാ പറഞ്ഞ എല്ലാ മുട്ടും അവൻ്റെ മുമ്പിൽ എന്തു ചെയ്യും? അതിൻ്റെ മേളിൽ കയറി അപ്പുറത്ത് കയറി പറയാൻ ആരെങ്കിലും ആളായോ? എല്ലാം മുട്ടും മടങ്ങും. അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങിക്കോളും. ബൈബിളാണ് പറയുന്നത്. അപ്പം നമ്മളെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാനും, അഹങ്കാരികളായ ഇസ്രായേൽ മക്കൾ പോലും അവസാനം തീച്ചൂള അല്ലെങ്കിൽ ഓരോന്നും മുദ്ര പൊട്ടുമ്പോഴും കാഹളം ഊതുമ്പോഴും ആ കഷ്ടതയൊന്നും അവരെ കുലുക്കാതിരിക്കുമ്പോൾ അവസാനത്തെ 7 ക്രോധകലശം, 7ാമത്തെ ക്രോധകലശത്തിന് അവർ ചൊല്ലിട്ടു. അവർ കുത്തുകിലേക്ക് നോക്കി, അയ്യോ ഞങ്ങൾ ക്രൂശിച്ചതാണ് മശിഹ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് അവർ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്നത് വരെയും കർത്താവ് എന്ത് ചെയ്യും? കഠിന ശോധന. ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്ത, മരണം പോലും അവരിൽ നിന്ന് വിട്ട് ഓടിപ്പോകുന്ന കഠിന ശോധന ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്തു. അപ്പോൾ ശോധന തരുന്നത് ആരാ? പ്രശ്നങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും നിന്നയും എല്ലാം തരുന്ന, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തരുന്നത് ആരാ? ഒന്ന് ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഒന്ന് മുട്ട് മടക്കുവാൻ, ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യുവാൻ. നമ്മൾ ഈ വണ്ടിക്ക് ചില ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ, ഇപ്പോഴത്തെയൊക്കെ വണ്ടികൾക്ക് ഒത്തിരി ഇൻഡിക്കേഷൻസ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഇതിലോട്ട് നോക്കും, ആ ഡാഷ്ബോർഡിലെ ആ മീറ്ററിലോട്ട് നോക്കും. അവിടെ കുറേ സെൻസേഴ്സ് ഉണ്ട്. എന്താണ് അത്? വാൽവിൽ ഇതാണോ, അവിടെ ബ്രേക്കിൻ്റെ ആണോ, ക്ലച്ചിൻ്റെ ആണോ, ബെൽറ്റിൻ്റെ ആണോ, കുറേയൊക്കെ സെൻസേഴ്സ് വരും. പഴയ വണ്ടികൾക്ക് അത്രയില്ല. വന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സെൻസർ അപ്പോൾ എന്ത് ചെയ്യും? കത്തിക്കിടക്കും. അതിൻ്റെ ഒരു എംബ്ലം ഉണ്ട്. അറിയാത്തവർ എന്ത് ചെയ്യും? ഓടി മാനുവൽ എടുക്കും. മാനുവൽ എടുത്തോ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി എംബ്ലം എന്തിനുള്ളത്? ഓയിൽ കുറവാണ്, അല്ലെങ്കിൽ ഓയിൽ പ്രഷർ കുറവാണ്.
അപ്പോൾ അതിൻ്റെ കാരണം എന്തുവാ? അത് പോയി റെക്ടിഫൈ ചെയ്യും. അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓടുന്ന 10 കിലോമീറ്റർ ഓടുന്നതിന് മുമ്പേ വണ്ടി എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ആകും. അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഏതാ? പ്രൈസ് ലോർഡ്. വചനവുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് കർത്താവ് ഈ ലോകത്തെ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിളിയൊക്കെ ഞാൻ അങ്ങ് എന്ത് ചെയ്തു? മറന്നുപോയി. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സമയമില്ല എന്ന് ഓർക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പം കിടക്കുമ്പോഴും ചുമ്മാതെ കർത്താവ് നമ്മളെ പൂട്ടി ഇരുത്തുമ്പോൾ ഇപ്പോൾ സമയമുണ്ടല്ലോ. നമുക്ക് എന്തോ ഇത്ര നാൾ എക്സ്ക്യൂസ് പറഞ്ഞ സമയമില്ല. ഇപ്പോൾ സമയമുണ്ടല്ലോ, ഇനി നീ ഇരുന്ന് ഓർക്ക്. നമ്മളെക്കൊണ്ട് തന്നെ പറഞ്ഞു തരത്തില്ല കർത്താവ്. നമ്മളെക്കൊണ്ട് തന്നെ കർത്താവ് എന്ത് ചെയ്യും? എവിടാണ് ഫോൾട്ട് എന്ന് കർത്താവ് കണ്ടുപിടിച്ച് അത് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ ദൈവത്തോട് കൺഫെസ് ചെയ്യണം. കർത്താവേ, ക്ഷീണം വന്നു, കുറവ് വന്നു, വീഴ്ച വന്നു, എനിക്ക് കൃപ തരണമേ, ബലം തരണമേ, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, അതില്ലാതെ പറ്റത്തില്ല, എൻ്റെ മേൽ അഭിഷേകം പുതുശക്തി തരണമേ. നമ്മൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ബലം തരും, കൃപ തരും. അതാണല്ലോ ഈ അധ്യായത്തിൽ പറയുന്നത്. അതുകൊണ്ട് സാത്താൻ കുത്താൻ ദൈവം തന്നെ സാത്താനെ ഒഴുക്കി. 8ാമത്തെ വാക്യം. യെസ്, ഇവിടെ എന്തോ വചനത്തിൽ എഴുതിയേക്കുന്ന എൻ്റെ കൃപ നിനക്ക് മതി. ഇത് നിങ്ങളുടെ ബലഹീനതയിൽ എന്ത് ചെയ്യും? ദൈവശക്തിയായിട്ട് ഇത് തികഞ്ഞു വരും. ഈ കൃപയാണ് നമുക്ക് വേണ്ടത്. ദൈവമക്കളെ, ഈ ഒരൊറ്റ നല്ല മനോഹരമായ വാക്യം എടുത്തിട്ട് ഈ 10 വർഷം മുമ്പേ നിങ്ങൾക്കറിയാം, സിംഗപ്പൂരിലുള്ള ഗ്രേസ് കമ്മ്യൂണിറ്റി, ജോസഫ് പ്രിൻസ് അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് തുടങ്ങി അതിങ്ങനെ എല്ലായിടത്തും വ്യാപരിച്ച് ഇവിടെ കേരളത്തിൽ വന്നു. ഇവിടെ ടിജോയും തോമസും അനിൽ അടൂരും സജിത് കണ്ണൂരും, സയ്യിദ് കണ്ണൂർ സയ്യിദ് കണ്ണൂരായിരുന്നു. 7 ദൈവദാസന്മാർ ആദ്യം ഉണ്ടായിരുന്നു. ക്ലാരൻസും എല്ലാം ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ. കൊച്ചിയിലൊരു കൂട്ടായ്മയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അറിയാതെ പോലും യൂട്യൂബിൽ ഇവരുടെ ആരും കേട്ടു പോകല്ലേ എന്ന് അതിനു വേണ്ടി മാത്രമാണ് ഞാനിത്. നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് ജനം കൊച്ചിയിലെ കൂട്ടത്തിലൊക്കെ ഭയങ്കര ആളാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ അവരുടെ പഠിപ്പീരെന്തുവാ? വളരെ ലിബറൽ തിയോളജിയാണ്. ലിബറൽ എന്ന് പറഞ്ഞാൽ സോ ഫ്രീ. നിങ്ങൾ പാപം ചെയ്തോ കുഴപ്പമില്ല, പാപം ചെയ്യുമ്പോൾ കൃപ പെരുകും. അധികം പാപം ചെയ്താൽ അധികം കൃപ പെരുകും. പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ല, എങ്ങനെ ജീവിക്കുക, അങ്ങനെ ഡിസിപ്ലിൻ ഒന്നും വേണ്ട എന്നുള്ള അവിടെ നിന്നുള്ള സിംഗപ്പൂരിൽ നിന്നുള്ള പഠിത്തം തൊട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ പഠിപ്പിച്ച ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രധാനി പഠിപ്പിച്ച് ചാടി എങ്ങോട്ട് പോയി? കത്തോലിക്ക സഭയിലെ ശുശ്രൂഷകനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. സോ ഹല്ലേലൂയ. താൻ എന്തായാലും പോയി കിട്ടി. അടുത്ത ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദുരുപദേശം പ്രസംഗിക്കപ്പെടുന്ന ദുരാത്മാവിനാലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ സത്യ ഉപദേശം, ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കുന്ന സത്യാത്മാവിലാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ലേ ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ല. പൊതുവേ ഇന്ന് ആൾക്കാർ പറഞ്ഞു ആരെയും കുറ്റപ്പെടുത്തണ്ട, എല്ലാവരും പറയുന്നു ഒരുപോലെ, എല്ലാത്തിനും അങ്ങ് ആമേൻ പറഞ്ഞു. നോ, പോകേണ്ടടുത്ത് പോകത്തില്ല, എത്തേണ്ടടുത്ത് പോകത്തില്ല. ഏതാ കറക്റ്റ് എന്നറിയണം, അത് തെറ്റാ, ഇതാ ശരിയാ എന്ന് പറയുവാൻ പേരൻസ് അതിനുള്ള കൃപ പ്രാപിച്ചില്ലേ? പിള്ളേരോട് എങ്ങനെയാണ് പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഇങ്ങനെയൊക്കെ ജീവിതത്തിലുണ്ടാവും. ചിലയിടത്ത് നോ പറയേണ്ടടുത്ത് എന്ത് ചെയ്യണം? നോ പറയണം. യേസ് പറയേണ്ടടുത്ത് യേസ് പറയണം. ചിലതൊന്നും കോംപ്രമൈസ് ചെയ്ത് മിണ്ടാതിരുന്ന് കൊടുക്കല്ലേ, അത് പിന്നീട് വലിയ പ്രശ്നമാവുമെന്ന് പേരൻസ് പറയുമോ? ജ്ഞാനമുള്ള പേരൻസ് പറയാം. അതിനുപോലും കപ്പാസിറ്റി ഇല്ലാത്ത പേരൻസ്, അവർ പേരൻസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് എന്തുവാ? അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പേരൻറ്റിങ്, അല്ലെങ്കിൽ ഒരു നല്ല കഴിവുള്ള ദൈവം കൊടുക്കുന്നതാണല്ലോ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പേരൻസിന് എന്ത് ചെയ്യും? കർത്താവ് ജ്ഞാനം കൊടുക്കും എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്യേണ്ടത്. അല്ലാതെ ആരും ഇത് പേരൻറ്റിങ് നേരത്തെ പഠിച്ചിട്ടൊന്നും അല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. ഇത് ദൈവം ഓരോ സമയത്ത് കൊടുക്കുന്ന കൃപയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ല, ദൈവമക്കൾ ഏത് കാര്യങ്ങളും വചനത്തിൽ നന്നായിട്ട് ഡിസേൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് കേട്ടു നോക്കി. ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രസംഗം കേൾക്കുമോ? നിങ്ങൾ പറയും അതിനെൻ്റെ പാസ്റ്റർ പറഞ്ഞു കുഴപ്പമുണ്ടെന്ന്. ഞങ്ങൾ കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഒന്നുകൂടി പ്രാർത്ഥനയോടുകൂടി ഒന്ന് കേട്ട് നോക്കണം. അപ്പോൾ അവർ കർത്താവ് വരുന്ന പോലും വിശ്വസിക്കുവാൻ കഴിയാതെ ഈ കൃപ എന്നുള്ള തുടങ്ങിയത് എവിടുന്ന? ഈ കമ്മ്യൂണിറ്റിയുടെ ദുരുപദേശം തുടങ്ങിയത് എവിടുന്ന? ഈ വാക്യത്തിൽ നിന്ന്, 9ാം വാക്യത്തിൽ നിന്ന്. പാപം ചെയ്തോ കുഴപ്പമില്ല, കൃപ പെരുകും. പിന്നെയും ലിബറൽ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ വളരെ ലിബറലാക്കി. അങ്ങനെ അല്ല ഇതിൻ്റെ അർത്ഥം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വാക്യം കൂടി എടുത്തിട്ടാണ് അവർ ആ ടീച്ചിങ് അങ്ങോട്ട് സ്ഥാപിക്കുന്നത്. പൗലോസിൻ്റെ ഉപദേശം അറിവില്ലാത്തവരും അസ്ഥിരന്മാരും വളച്ച് കെട്ടി, അൺടോട്ട് ആൻഡ് അൺലേൺഡ് ഡിസൈപ്പിൾസ് അവർ വളച്ച് കെട്ടി അവർ ദുരുപദേശം പഠിപ്പിക്കുമ്പോൾ എത്ര വ്യക്തമായിട്ട് ഇത് വചനത്തിനൊക്കെ ആഴങ്ങളുണ്ടെന്നേ. 9ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം.
എൻ്റെ കൃപ നിനക്ക് മതി. ആകയാൽ ക്രിസ്തുവിൻ്റെ ആ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അതടുത്തൊരു വിഷയമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന കൃപ, അതെനിക്ക്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ, നമ്മൾ ആരും ശക്തരല്ല ദൈവമക്കളെ. നമ്മുടെ വിൽ പവർ കൊണ്ട് പാപത്തെ ജയിക്കാൻ പറ്റുമോ? നമ്മുടെ വിൽ പവർ കൊണ്ട് ലോകസ്നേഹത്തെയോ ദ്രവ്യാഗ്രഹത്തെയോ ജയിക്കാൻ പറ്റുമോ? ലക്ഷറി ജീവിതം, സുഖജീവിതം, ഇതൊക്കെ എൻ്റെ ജഡത്തിനും ഇഷ്ടമാണ്, നിങ്ങളുടെ ജഡത്തിനും ഇഷ്ടം, എല്ലാ മനുഷ്യനും ഇഷ്ടമാണ്. പക്ഷേ ലോകസ്നേഹവും ജഡസുഖവും ജഡ അഭിലാഷവും മോഹവും ദ ലസ്റ്റ് ഇതങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ എൻ്റെ വിൽ പവർ കൊണ്ടൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇത് ആത്മാവിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ കൃപയാലും മാത്രമേ സത്യവചന പ്രകാരം ആ ക്രൂശിൻ്റെ വചനം കർത്താവിനെ പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ. അപ്പം ഇതിലൊക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, ഞാൻ ശക്തനായിട്ട് നിന്നാലല്ലേ പിശാചിൻ്റെ മൂക്കിനിട്ടിടിക്കാൻ പറ്റത്തുള്ളൂ. പിശാച് എന്ത് പാപമായിട്ട് സാത്താനെ നടക്കത്തില്ല. നമ്മളിങ്ങനെ അറിയാതെ മയങ്ങിയിരിക്കുമ്പോഴാണ് സാത്താൻ കൊണ്ട് എന്ത് ചെയ്യുന്നത്? കള വിതയ്ക്കുന്നത്. അതവിടെ കിടന്ന് വളർന്ന് അവസാനം നമുക്ക് പോലും രക്ഷപ്പെടുവാൻ കഴിയാത്ത രീതിയിലൊരു ബന്ധനമായി മാറും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ആത്മീയ ക്ഷീണവും ലോകത്തിൻ്റെ പല വിഷയത്തിലൊക്കെ നമ്മൾ മയങ്ങിയിരിക്കുമ്പോൾ, ഓരോ വിഷയം ഇടുമ്പോൾ നമ്മുടെ മേലുള്ള കൃപയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശക്തി പകരും. എനിക്കൊരു വിഷയത്തിൻ്റെ മേൽ, ഒരു പാപ സ്വഭാവത്തിൻ്റെ മേൽ ജയിക്കുവാൻ കഴിയുന്നില്ല, കർത്താവേ എനിക്ക് കൃപ തരണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നെ കൃപയാൽ നിറയ്ക്കും. ഞാൻ ആ ബലഹീനത എന്ത് ചെയ്യും? ജയിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു ഫോർമുലയാണ്. എൻ്റെ വീക്ക്നെസ്സിൽ ഹല്ലേലൂയ എന്നെ തികഞ്ഞവനായിട്ട് നിൽക്കുന്ന, പെർഫെക്റ്റായിട്ട് നിർത്തുന്നത് എന്തുവാണ്? ദൈവത്തിൻ്റെ കൃപയാ. ഈ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതില്ലേ? എഫേസ്യരിൽ നിന്ന് വായിച്ച എഫേസ്യരിൽ 2:8, എഫേസ്യൻസ് 2:8. രക്ഷ തുടങ്ങിയത് എങ്ങനെയാ? ഈ പഴയ നിയമ ഭക്തർക്കൊക്കെ ദൈവം സഹായം കൊടുത്തു, പക്ഷേ കൃപ കൊടുത്ത് നമ്മൾ നേരത്തെ വായിച്ചില്ലേ? ക്രിസ്തുവിൻ്റെ ബലം, ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ. പുതിയ നിയമ ഭക്തർക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്, ഇത് യേശുവിൽ കൂടാണ് ഈ കൃപ പകരുന്നത്. അപ്പം നമ്മുടെ അവകാശം, ഇസ്രായേൽ മക്കൾക്കും പഴയ നിയമ ഭക്തർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക അവകാശം. നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാൽ. അനേകർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞൊക്കെ തെറ്റിപ്പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയത്തില്ല രക്ഷ തെറ്റാന്നു, ആ സ്നാനം തെറ്റാന്നു. ഈ കൃപയിൽ ആശ്രയിക്കുവാൻ കഴിയാതെ ഈ പാരമ്പര്യ ശക്തികൾ അങ്ങോട്ട് വിടത്തില്ല. ഇങ്ങനെ വിട്ടുപോയ പിശാചുകളും പാരമ്പര്യ ശക്തി നോക്കിയിരിക്കും. എവിടെ ബലഹീനമായിരിക്കുമ്പോൾ 7 ഇരട്ടി ശക്തിയോടുകൂടി പാരമ്പര്യ ശക്തി കയറും എന്നാണ് ബൈബിൾ. അതുകൊണ്ട് അവരെ വലിച്ചുകൊണ്ട് പോകുന്നു. ആ ഒരു പ്രിൻസിപ്പിളിൽ, ആ ഒരു വിശുദ്ധിയിൽ, ആ ഒരു പ്രമാണത്തിൽ നിൽക്കുവാൻ കഴിയാതെ ഇളക്കിടയ്ക്ക് ഇളക്കുന്ന ഒരു ശക്തികൾ, അത് എന്നെയും ഇളക്കും, നിങ്ങളെയും ഇളക്കും, നമ്മളെയൊക്കെ ഇളക്കുവാൻ ശ്രമിക്കും. പക്ഷേ ഹല്ലേലൂയ, കൃപയാലാണ് നമ്മുടെ രക്ഷ. എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? കൃപയാലാ രക്ഷിക്കപ്പെട്ട. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ മിടുക്കുകൊണ്ടാണ് എൻ്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ എന്നെ തിരഞ്ഞെടുത്തനോ? എൻ്റെ ദൈവം ക്വാളിറ്റീസൊക്കെ കണ്ടുകൊണ്ടോ? ഈ ക്വാളിറ്റീസൊക്കെ ലഭിച്ചത് രക്ഷിക്കപ്പെട്ടതിൻ്റെ ശേഷമാണ്. എൻ്റെ ജീവിതത്തിൽ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേരൻസ് മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെയും ശരിക്കും രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കാര്യം കൃപയാലാ നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വീണ്ടും എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വളരെ മനോഹരമായിട്ട് അവിടെ ഇരിക്കും. ഹീബ്രു 4:15-16. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനെ അടുത്ത്. ഞാൻ ഒത്തിരി വാക്യം ഇന്നലെ വൈകിട്ടിരുന്ന് വായിച്ചു ഒത്തിരി ആഴങ്ങളാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പോലും എങ്ങനെയാ നമുക്ക് ഏറ്റവും വലിയ ഗുണമുണ്ടായത് എന്നാ? അനേകർ അവരറിയാത്ത ഒരു പ്രതിഷ്ഠയെ സേവിക്കുമ്പോൾ, ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് ദൈവം ഇറങ്ങി മനുഷ്യനായിട്ട് വന്നവനാണ്. ഈ കുഞ്ഞു പ്രായം തൊട്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേരുടെ പ്രായത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മിഡ് ടേം, അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ, ടീനേജ്, ലേറ്റ് ടീനേജ്, അത് കഴിഞ്ഞിട്ട് ആ യുവത്വം, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന മധ്യവയസ്സ് അനുഭവം, 40-കൾ, 50-കൾ, 60-കൾ, 70-കൾ. 80-കൾ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 70-കൾ വരെ ഞാൻ പറയാം. 80-ഒക്കെ അടുക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫ്. കർത്താവ് 33.5 വയസ്സ് വരെ ജീവിച്ചത് ആ നല്ല പ്രായത്തിൻ്റെ എല്ലാ സ്റ്റേജസിൽ കൂടി. ടെംപ്റ്റേഷൻ വരുന്ന പ്രായങ്ങൾ ഏതാ? എല്ലാ പ്രലോഭനം വരുന്ന പ്രായത്തിൽ കൂടെ, ആവശ്യങ്ങൾ വരുന്ന പ്രായത്തിൽ കൂടെ നിന്ദിച്ചു. അപ്പനില്ലാതെ ജനിച്ചവർ. ഇതാ മറിയത്തിൻ്റെ മകനല്ലേ?
അങ്ങനെ ഒരിക്കലും ഒരു യഹൂദൻ ഒരു അറബ് അവരുടെ കൾച്ചറിൽ വിളിക്കത്തില്ല. അപ്പൻ്റെ പേരിലാണ് മക്കൾ അറിയുന്നത്. ആ പേരിനോട് കൂടി അങ്ങനെ ഒരു സെൻറ്റൻസായിട്ടാണ് വിളിക്കുന്നത്. ആടെ മകനായ ഇന്നവൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറബെല്ലാം അങ്ങനെ ഫൗദ് ബിൻ അബ്ദുൽ അസീസ് അല്ലെങ്കിൽ ഓരോ ബിൻ പറയുന്നത് അതിന് വേണ്ടിയാണ്. അവരുടെ ഇന്നാടെ മകനായ ഇന്നാൾ എന്നേ പേര് വിളിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഫുൾ നെയിം വരുന്നത്. പക്ഷേ യേശുവിനെ വിളിച്ചതോ, ഈ അറബ്സിന് കിട്ടിയത് യഹൂദന്മാരിൽ നിന്ന് കിട്ടിയ കൾച്ചർ, എബ്രാഹിമിൽ നിന്ന് കിട്ടിയ കൾച്ചർ. യേശുവിനെ വിളിച്ചതോ എങ്ങനെ? യോസേഫിൻ്റെ മകൻ എന്നല്ല, അപ്പനില്ലാതുണ്ടായിരുന്നു. അതിൻ്റെ മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ എൻ്റെ കർത്താവിനെ വിളിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും എല്ലാ ഫുഡും തീർന്നു, അവസാനത്തെ ഇലയും തീർന്നു, എല്ലാം തീർന്നിട്ടും കർത്താവും ശിഷ്യന്മാരും എവിടാ? വീഞ്ഞും തീർന്നു, ഒക്കെ തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു നിന്ന എന്തുവാ, വിശപ്പ് എന്തുവാ? ആരുടെയോ അയ്യത്തൂന്ന് ചോളമൊക്കെ പറിച്ച് കർത്താവ് എന്ത് ചെയ്തു? വിശന്നപ്പോൾ കോൺ കേണൽസൊക്കെ പറിച്ച് കഴിച്ചു. അപ്പോൾ ഇത് നിന്ന എന്തുവാ, വിശപ്പ് എന്തുവാ? ഈ കർത്താവ് രാജാവായിട്ട് വന്നു രാജകുടുംബത്തിൽ ജനിച്ചായിരുന്നേ ചിലപ്പോൾ ഇതൊന്നും അനുഭവിക്കത്തില്ല. പക്ഷെ ഒരു വെറും സാധാരണക്കാരനായിട്ട് കർത്താവ് യഹൂദനായിരിക്കുമ്പോൾ തന്നെ ജീവിച്ചതിൻ്റെ കാരണം എന്നാണെന്നറിയാം? എല്ലാവിധ പ്രയാസങ്ങൾ നിന്ന 30 വയസ്സ് വരെ നല്ലപോലെ, കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പിരിമുറുക്കുക അപ്പനെ അല്ലെങ്കിൽ വീട്ടിലെ സഹായിക്കുന്നതാണ്. 30 വയസ്സ് വരെ അപ്പൻ പണിയുന്ന ആ തടിയുടെ പണി, അപ്പൻ്റെ ട്രേഡ് അതായിരുന്നു. അത് നല്ലപോലെ ഒരു വെറുപ്പും കൂടാതെ പൂർണ്ണ 30 വയസ്സ് കഴിഞ്ഞാൽ ശുശ്രൂഷയൊക്കെ തുടങ്ങി. അതുവരെയും നല്ലൊരു ഒബീഡിയൻറ്റ് ചൈൽഡായിട്ടില്ലേ? ഇതിൽ കൂടെ എല്ലാം ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കും, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവൻ ഇതിൽ കൂടെ എല്ലാം കടന്നു വന്നത്, ഈ പ്രലോഭനത്തിൽ കൂടെ എല്ലാം. അതുകൊണ്ട് നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാത്തവനല്ല, മീൻസ് അതിൻ്റെ അർത്ഥം കാണിക്കുന്നവനാ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ അഡ്വാൻറ്റേജ് അല്ലേ? അത് മുതലെടുക്കല്ല. എനിക്ക് കർത്താവിന് അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ആകുമ്പോൾ പല ക്ഷീണങ്ങളും വീക്ക്നെസ്സും ഒക്കെയാണ്. പിന്നെ ബലഹീനതയിൽ വീഴുവാനല്ല. അതുകൊണ്ട് കർത്താവ് എന്തു പറയുമെന്ന് എഴുതിയിരിക്കുന്നത്? കൃപ പകരും. ഒന്നുകൂടെ വാക്യം വായിച്ചേ. നമുക്കുള്ള മഹാപുരോഹിതൻ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കും. പാപത്തിൽ അതിൻ്റെ അർത്ഥം പാപത്തിലും പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ വീണില്ല. അതുകൊണ്ടായിരിക്കുന്നത് പാപത്തിൽ വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ടെംപ്റ്റേഷനും സാത്താൻ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഇട്ടു. പാപത്തിൽ വീഴാത്തോണ്ടായിരിക്കുന്നത്. ഇന്ന് വരെ തനിക്ക് പാപം ഉണ്ടായില്ല, താൻ അതിനെ ജയിച്ചു വചനത്താലും. ഓരോ വട്ടം സാത്താനെ യേശു എങ്ങനെ ജയിക്കുന്ന? വചനത്താലും. ഹല്ലേലൂയ, ദൈവവചനത്താലും ആത്മാവിനാലും. അപ്പോൾ പാപമൊഴികെ സർവ്വത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. പക്ഷെ ഇതിൽ കൂടെ എല്ലാം ഈ പരീക്ഷകൾ കൂടും പ്രലോഭനങ്ങൾ കൂടും ഒക്കെ എൻ്റെ കർത്താവ് കടന്നു പോയത് കൊണ്ട് ആ കർത്താവിനോടാ എന്നെ ഒരു മനുഷ്യ ജീവിതം അല്ലേ നമ്മൾ പറഞ്ഞേനെ, കർത്താവിന് സ്വർഗത്തിൽ ഇരുന്ന് തേജസ്സുള്ള സിംഹാസനത്തിൽ ഇരുന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്കാണ് ജീവിക്കാൻ പാടാ കർത്താവെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും ഇൻ്റർനെറ്റും മൊബൈലും, പാപം അറ്റ് യുവർ ഫിംഗർ ടിപ്സ് ഇല്ലേ? വേണമെങ്കിൽ ഏത് സമയത്തും വീഴാം. ഇതിനെ കറക്റ്റായിട്ട് ഈ മൊബൈലിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ടൈം ലിമിറ്റും അതിൻ്റെ മാറ്ററും സബ്ജക്റ്റും ഒക്കെ കൺട്രോൾ ചെയ്തിൽ ഏത് സമയത്തും ഈ കയ്യിലിരിക്കുന്ന കൊച്ചു സാധനത്തിൽ എന്ത് ചെയ്യാം? വീഴാം. കേൾക്കുന്നതും വർത്താനം പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പാപം കൂടാതെ, ലോകം കൂടാതെ, ലോകത്തിൻ്റെ സന്തോഷമൊക്കെ കൂടാതെ എങ്ങനെ കർത്താവെ ജീവിക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇതിൽ കൂടെ എല്ലാം കടന്നു വന്ന ഒരു മഹാപുരോഹിതൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിട്ട് മുട്ടുമടക്കുന്നത്. കർത്താവേ എനിക്ക് കൃപ തരണമേ. അവന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം, അവനൊരു മനുഷ്യൻ്റെ എല്ലാ ഫീലിങ്സും അറിയാം. അതുകൊണ്ട് തൽസമയത്ത് that we may find grace at the time of need എന്നാണ് ഇരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് തൽസമയത്ത് കൃപ ലഭിക്കുവാൻ ഈ മഹാപുരോഹിതൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും വരാം. ഞാൻ ഹല്ലേലൂയ ഇന്ന് കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് ഇന്നലെ ഒരാൾക്ക് ഇന്ന് രാവിലെ സ്നാനത്തിൻ്റെ കാര്യം പറഞ്ഞ് ആ വ്യക്തിക്ക് വേറൊരു കാര്യത്തിന് ആ ലൊക്കേഷൻ ചോദിച്ചു. ഞാൻ ഈ പ്രേഹോളുടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ തന്നെ നോക്കുമായിരുന്നു ടൈമിങ്സ്. ബാക്കിയുള്ള ദിവസമെല്ലാം 9 to 9 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സൺഡേ 10 to 1. ഇതല്ലാത്ത സമയം എന്നാലും 11 മണി വരെയൊക്കെ ആൾക്കാർ കൗൺസിലിങ്ങിലൊക്കെ വിളിച്ചാൽ ഞാൻ ഒരുങ്ങിക്കെട്ടി കുടുംബത്തോടൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 മണിക്ക് 2 മണിക്ക് ആരാണ്ട് ഒരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര നിങ്ങൾ ഈ സമയത്താണ് കൗൺസിലിങ്ങിനൊക്കെ വിളിക്കുന്നത്, രാവിലെ വരാൻ പറഞ്ഞു. മനുഷ്യൻ മടുത്തിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന സമയത്തൊക്കെ വിളിച്ച മനുഷ്യൻ. പക്ഷേ ദൈവമോ ഏത് സമയത്തും, ഏത് മിഡ് നൈറ്റ്, ഏർലി മോർണിംഗ്,
പബ്ലിക് ഹോളിഡേ ഏത് സമയത്തും അല്ല ഈ മഹാപുരോഹിതൻ്റെ അടുത്ത് വന്നാൽ ആവശ്യമുള്ളപ്പോൾ കർത്താവ് എനിക്ക് സാത്താനെ ജയിക്കുവാൻ എൻ്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു, എന്നെ കൺഫ്യൂഷനിലാക്കുന്നു, പലവിധ ചിന്തകളിട്ട് എന്നെ അലട്ടുന്നു, മനുഷ്യൻ എന്നെ നിന്ദിക്കുമ്പോൾ ഞാൻ ഡൗൺ ആയി പോകുന്നു. ഏത് സമയത്തും ഈ മഹാപുരോഹിതൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയാൽ തൽസമയത്ത് കൃപ ലഭിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ മതിയെന്ന്. എത്ര മനോഹരമായ പ്രായലേഖനത്തിൽ എഴുതിയേക്കുന്നത്. യെരൂശലേമിലെ സഭയ്ക്ക് അതിന് ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലേ? നമുക്കും ആവശ്യമുണ്ട്. എബ്രായർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന. അതുകൊണ്ട് ഇവിടെ എല്ലാം കർത്താവാണ് കൃപ തരുന്നത്. കർത്താവ് ധാരാളമായിട്ട് കൃപ തരും. നമുക്കറിയാം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം എടുക്കണ്ട, അവിടെ എഴുതിയിരിക്കുന്ന ഗോഡ് ഹെയ്റ്റ്സ് ദ ഹോട്ടി, ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. അഹങ്കാരികൾ നെഗളിയെ കർത്താവ് എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ആർക്കാ പിന്നെ കൃപ കൊടുക്കുന്നത്? അപ്പം കൃപ ലഭിക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാ? ഒന്ന്, താഴ്മ വേണം. ഒരു ഇച്ചിരി അഹങ്കാരം ഏത് വിഷയത്തിലും ഉണ്ടായാൽ കർത്താവ് എന്ത് തരത്തില്ല? കൃപ. അപ്പം നമ്മൾ എന്തോ ആയിത്തീരുന്നു എന്നുള്ള ഭാവം വരുമ്പോൾ കർത്താവിൻ്റെ കൃപ പിന്നെ എന്ത് ചെയ്യത്തില്ല? നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് പിന്നെ ഒരു ചിന്ത നമുക്ക് സാത്താൻ കൊടുത്തരുന്നത്. അതില്ലേലും ഞാൻ പഴയ ഇത്രയൊക്കെ ബലമായി ഇല്ല, എനിക്ക് വചനമൊക്കെ അല്ല, അഹങ്കാരിക്ക് നെഗളിക്ക് കർത്താവ് കൊടുക്കത്തില്ല. താഴ്മയുള്ളവനാ കർത്താവ് കൃപ തരുന്നത്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ അധ്യായത്തിൽ വരാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ഇനി ഒരു വാക്യം കൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ കഴിഞ്ഞ നാളുകൾ നമ്മൾ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. പൗലോസ് പറയുന്ന ഒരു ഭാഗം കൃപയാലാണ്. ഞാൻ അവരെക്കാളെല്ലാം, ആരാണ് ഈ അവർ? യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്റ്റ് ശിഷ്യന്മാരെക്കാൾ, പത്രോസും യോഹന്നാനേക്കാളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റവും അധികം അധ്വാനിച്ചു. അങ്ങനെയല്ല അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അപ്പം അധികം കർത്താവിന് വേണ്ടി അധ്വാനിക്കണമെങ്കിലും എന്തു വേണം? എന്നിട്ട് ആ വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞു, ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയത് കൃപയാൽ. ഞാൻ ആകുന്നത് എന്തുവാണ്? നമുക്കൊന്ന് പറയാൻ പറ്റുമോ ദൈവമക്കളെ? ഓരോ കാര്യങ്ങളും ആൾക്കാർ ചോദിക്കും, എങ്ങനെയുണ്ട് സഹോദര? കൃപയാൽ സന്തോഷമായിട്ട്. അതല്ലാതെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, അതല്ലാതെ വേറും. പക്ഷേ നമ്മൾ പൊതുവേ അത് ഭൗമിക കാര്യത്തിനാണ് പറയാറുള്ളത്. നമ്മളത് എന്തിനാണ് പറയാറുള്ളത്? പണ്ടുള്ളതിനേക്കാളൊക്കെ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സ്റ്റാൻഡേർഡ്സിലും ഒക്കെ കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് പല കാര്യങ്ങൾ തന്നു, എന്നെ ഉയർത്തി, കൃപയാൽ ഞാൻ ഇത്രത്തോളമായി എന്നാണ് പലരും സാക്ഷ്യം പറയാറുള്ളത്. പൗലോസ് അതല്ല സാക്ഷ്യം പറഞ്ഞതൊന്നുപോലെ. ഞാൻ അവരെക്കാൾ കൂടുതൽ അധ്വാനിക്കുവാൻ. യെരൂശലേമിലെ ദൈവദാസന്മാർ ഓരോ പ്രാവശ്യം പറഞ്ഞ് എന്നെ കൊച്ചാക്കും. നീ വല്ല യേശുവിനെ കണ്ടിട്ടുണ്ടോ? നീ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? നീ പുനരുദ്ധാനം കണ്ടിട്ടുണ്ടോ? നീ അപ്പോസ്തലനാണോ? ഇതിനെല്ലാം മറുപടിയുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എല്ലാം 1 കൊരിന്ത്യരിൽ മറുപടി പൗലോസ് പറയുന്നുണ്ട്. നീ അപ്പോസ്തലനാണോ? യെസ്, ഐ ആം ആൻ അപ്പോസ്റ്റൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. സത്യമായി ഇവർ പറയുന്ന സത്യം. യെരൂശലേമിലെ ദൈവദാസന്മാർ അവർക്കൊരു അസൂയയും കുശുമ്പും വരാൻ കാരണം എന്നാണെന്നറിയാം. അവരിപ്പോഴും യെരൂശലേമിൽ ഇരിക്കുമ്പോൾ, അവിടെ പരിസരദേശത്ത് നിൽക്കുമ്പോൾ, പൗലോസ് ഇവിടെ രാജ്യങ്ങൾ തോറും കർത്താവിനെ താൻ അതിശക്തിയോടുകൂടി അവർ ഓരോ ലേഖനങ്ങളൊക്കെ എഴുതിയപ്പോൾ പൗലോസിനെ കൊണ്ട് കർത്താവ് 13-14 ലേഖനങ്ങളാണ് എഴുതിപ്പിച്ച. ഇത് മാത്രമല്ല, 100 കണക്കിന് ലേഖനങ്ങൾ എഴുതിപ്പിച്ചു. ഇത് ബൈബിളിൽ ചേർത്ത ഇത്രയും മാത്രമേ ഉള്ളതേ ഉള്ളൂ, ജനറൽ എപ്പിസോഡ്സ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ശക്തിയോടുകൂടി, ഇത്രയും ഭയങ്കര ജ്ഞാനത്തോട്, വേറൊരു ഹയർ ഓൾട്ടിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ കൂടെ പൗലോസിനെ ആർക്കും വിഷമം വന്നു പോകത്തില്ലേ? പൗലോസിനേക്കാൾ മുമ്പ് ഇറങ്ങി അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ചങ്ങലയിലിട്ട് കൊണ്ട് കൊന്നുകൊണ്ടിരുന്ന ഈ മനുഷ്യനാണോ ഇപ്പം വലിയ വീമ്പെടുക്കുന്നത്? പൗലോസ് പറയുന്ന അവരെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ അധ്വാനിച്ചു ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇനി ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധികം അധ്വാനിക്കണമെങ്കിൽ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അധികം ചെയ്യണമെങ്കിലും നമുക്ക് എന്തു വേണം? അതാ പൗലോസ് പറഞ്ഞ കൃപയാലാണ് അവരെക്കാൾ കൂടുതൽ അധ്വാനിക്കാൻ പറ്റിയ. കൃപയാലാണ് എന്നെ ഇപ്പോൾ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നത്. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് തികയ്ക്കാൻ പറ്റിയതും എന്തുവാണ്? അതുകൊണ്ട് ആകെ തുക ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് എല്ലാ കാലം എപ്പോഴും അത് പറയുവാൻ ദൈവം സഹായിക്കട്ടെ, കൃപയാൽ. ഇനി എൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ 9-ന്റെ അവസാനം കൊടുന്ന് വായിച്ചേ. ആദ്യാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടത്. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത. ഇപ്പം പൗലോസിന് ആ ഫോർമുല മനസ്സിലായി. കഷ്ടതയെ കൂടി കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങൾ കൂടുമ്പോൾ, സാത്താൻ്റെ പോരാട്ടം ശക്തമാകുമ്പോൾ
അപ്പോഴാണ് കർത്താവ് കൃപ ധാരാളമായിട്ട് 10 ml മാറി 100 ml ആയി 500 ml. ഞാൻ ഒരു വോളിയൂമിൽ അങ്ങ് പറയുന്നത് കേട്ടോ. പിന്നെ ലിറ്റർ കണക്കിന് ഗാലൻ കണക്കിന് ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന പോലെ. അത് ഞാൻ അത്രയും പോലും നമുക്ക് കിട്ടുന്നില്ല. വചനം പറയുന്നത് ഒരു നദിയുടെ ഉറവിടം പോലും വചനം പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എങ്ങനെയാണ് വരുന്നത്? ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പോലും, ഡാം തുറന്ന് വിടുന്ന പോലൊന്നും അല്ല, അതിലും ഫോഴ്സാണ് ദൈവത്തിൻ്റെ ഒഴുക്ക് നമ്മളിലേക്ക് ഒഴുകുന്നത്. അവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന ദാറ്റ് ഈസ് വൈ ഐ ഗ്ലോറി ഇൻ മൈ ട്രിബുലേഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ലോകബുദ്ധിയിൽ നമ്മളിത് കേൾക്കുമ്പോൾ എന്തോ തോന്നുന്നത്? എന്തോ വട്ടാന്നല്ലേ തോന്നിക്കത്തുള്ളൂ. ഇത്രയും കഷ്ടതയെ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ പട്ടിണി, അടി, നിന്ന, കല്ലെറിഞ്ഞ് കൊല്ലുന്നു, ഓ ഹല്ലേലൂയ, സന്തോഷിക്കുന്നു. ലോകത്തിൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷേ അപ്പോസ്തലന് മനസ്സിലാകുന്നു. ഈ കഷ്ടതയെ കൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും ആൾക്കാർ പറയും എനിക്ക് വെളിപ്പാട് കിട്ടാത്ത എന്നാ. നമ്മൾ കഷ്ടതയെ കൂടെ ഒക്കെ ദൈവം അനുവദിക്കുന്ന കഷ്ടത നമ്മൾ അപ്പോഴേ പ്ലാൻ ബി ഉണ്ടല്ലോ, ബുദ്ധിയിൽ അത് ചിന്തിച്ച് രക്ഷപ്പെടും. പിന്നെ എങ്ങനെ കൃപ ലഭിക്കും? ഇതിൽ കൂടെ കടന്നു പോകുന്നവർക്കാണ് എന്തുള്ളത്? അവർക്ക് ആവശ്യമുള്ളൂ. മനുഷ്യനെ ആശ്രയിച്ച് രക്ഷപ്പെട്ടോ? നീ ജീവിതകാലം മുഴുവൻ മനുഷ്യനെ ആശ്രയിക്കേണ്ടി വരും. അല്ലല്ലേ? ഒരു ഫർണസ്, ഒരു തീച്ചൂള, ഒരു ശോധന, ഒരു പ്രതികൂലം, ഒരു കഷ്ടത, അതിൽ കൂടി കടന്നു പോകുന്നവർക്കാണ് എന്തുവാ കർത്താവ് എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് കൃപ ലഭിക്കുവാൻ, തൽസമയത്ത് കൃപ ലഭിക്കുവാൻ 10ാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ therefore I take pleasure, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ വാക്യത്തിൽ ലാസ്റ്റിലാണ് പറഞ്ഞു, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും ശക്തനായിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതുപോലെ കഷ്ടതയെ കൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ, ഞങ്ങളുടെ പപ്പയുടെ ഒരു വിശ്വാസിയാണ്, ക്യാൻസറിൻ്റെ ഭയങ്കര അവസാനത്തെ സ്റ്റേജിൽ ഭയങ്കര വേദനയിൽ കൂടെ താൻ കടന്നുപോയി. ആ ഒരു വ്യക്തിയെ ഞങ്ങളുടെ സഭയിലിരിക്കുമ്പോൾ ഏറ്റവും പുറയിലിരിക്കുകയും ഒരു കൊച്ചു സാക്ഷിയൊക്കെ പറയുകയും ശാന്തമായിട്ടിരിക്കുകയും ഒരു ഇളക്കപ്പെരുപ്പത്തിൻ്റെ ഒരു മൈറ്റി മിനിസ്ട്രി ഒന്നും താൻ ശാന്തമായിട്ടിരുന്ന് ദൈവം എന്നെ സഹായിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സഹോദരനായിരുന്നു. തനിക്ക് പിന്നീട് താൻ ഇവിടെ ക്യാൻസർ നിമിത്തം അവിടുത്തെ ജോലി വിട്ട് വരേണ്ട വന്നു. ലേറ്റസ്റ്റ് സ്റ്റേജിൽ വളരെയധികം വേദനയെ കൂടെ കടന്നുപോയി. അതിൻ്റെ ഒരു ഏറ്റവും വേദനയെ കൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് പുള്ളിയെ ആശ്വസിപ്പിക്കാൻ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞാനും പപ്പയും മമ്മി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. സൂസൻ ഹോസ്റ്റലാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രത്ത് പോയി ആ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്ന്, ആ വ്യക്തിയുടെ, ആ സഹോദരൻ്റെ, ആ ചായൻ്റെ അടുത്ത് ചെന്ന് പപ്പ ആശ്വസിക്കാൻ ചെല്ലുമ്പോഴേ പപ്പയുടെ മനസ്സിൽ ഞങ്ങൾ പണ്ടിയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്, എങ്ങനെ ആ മനുഷ്യനെ ആശ്വസിക്കും എന്ന്. കുഞ്ഞുങ്ങളൊക്കെ, പെൺകുഞ്ഞുങ്ങളൊന്നും ആ സമയത്ത് വിവാഹം കഴിച്ചിട്ടില്ല, വളരെ ചെറുപ്പമാണ്. ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല. പുള്ളി പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കാര്യം വളരെ ജോലി പെട്ടെന്ന് ഇല്ലാതായിപ്പോയി. സാമ്പത്തികമായിട്ട് എങ്ങനെ മുൻപോട്ട് പോകും ഒന്നും അറിയത്തില്ല. ആ മനുഷ്യനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് വിഷമത്തോടുകൂടി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ, ഞങ്ങൾ ദൈവവേലയിലാണ്, പക്ഷേ ഞങ്ങളുടെ വിഷമം എന്തുവാ? എന്ത് പറഞ്ഞ് ആ വ്യക്തിയെ ആശ്വസിക്കും? ഞങ്ങൾ അങ്ങനെ മാനുഷികമായിട്ട് ചിന്തിച്ച് ദൈവത്തെ സ്തുതിച്ച് പാട്ടുമൊക്കെ പാടി ഞങ്ങൾ പോവുക. അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യനുമായിട്ടൊരു 1 മണിക്കൂർ സംസാരിച്ചു. ഒരു കൺവെൻഷന് പോയാൽ അത്രയും ബലം കിട്ടത്തില്ല. ഞങ്ങൾ സന്തോഷിച്ച് തുള്ളിച്ചാടി പോയതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഞങ്ങൾ മടങ്ങി പോകാം. ആ മനുഷ്യൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണ്. ഞങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിച്ചു പോയി, നിങ്ങൾ എങ്ങനെ പോകും? അന്ന് ഈ ട്രിവാൻഡ്രത്തൂടെ MC റോഡേ ഉള്ളൂ, NH അന്നൊന്നും ഇല്ല. അന്നൊന്നും ആ NH അത്രയും വൈഡൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾ MC റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. MC റോഡിൽ കൂടി തിരിച്ച് വരുമ്പോൾ ആ കൊട്ടാരക്കര വരെ എത്തുന്ന ആ ചുരം മുഴുവൻ കറങ്ങി പോരാണ്ട് ഇങ്ങനെ കറങ്ങിയാണല്ലോ ആ റോഡ്സ്. അത് കുഴി വീഴും. ഞങ്ങളത്തെ റോഡ്സൊക്കെ വളരെ മോശമാണ്. ഒത്തിരി വർഷം മുമ്പുള്ള കാര്യമാണ്, 95 കാലഘട്ടം. അപ്പോൾ നിങ്ങൾ എങ്ങനെ താൻ ഒരു കാര്യം പറഞ്ഞു, താനത് പറഞ്ഞു, ഇത്രയും ആ സമയത്ത് കണ്ണ് കാണാൻ ബക്കറ്റിൽ നിന്ന് കോഴി ഒഴിക്കുന്ന പോലത്തെ മഴയാണ്, ഭയങ്കര ഇടിമിന്നലും മഴ. ഞാൻ ഒരു രീതിയിൽ പോകാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ മഴ ഉണ്ടാകത്തില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു, സത്യം പറഞ്ഞ ബുദ്ധിയിൽ നമ്മൾ ഈ മനുഷ്യൻ എന്നാ വളരെ ക്ഷീണമല്ലേ, വേദനയിൽ കൂടി കടന്നു പോകല്ലേ, വളരെ ശാരീരിക ക്ഷീണമല്ലേ, ഇച്ചിരി ലൂസായി പോയതായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി മനസ്സ് എന്തോ ഹി വാസ് ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് നമ്മൾ ചിന്തിച്ച് പോകും. പക്ഷേ ഞങ്ങൾ അവിടുന്ന് വണ്ടി തിരിച്ച് ഭവനത്തിൽ വരാൻ അന്നത്തെ കാലത്ത് 2.5 മണിക്കൂറൊക്കെ ഇന്ന് മതി, അന്ന് 3-3.5 മണിക്കൂർ വേണം. ഞങ്ങൾ ഭവനത്തിലെത്തുന്നവരെ മഴയുണ്ടായില്ല. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം അതിൽ നിന്ന് മനസ്സിലായത്. താനൊരു കാര്യം കർത്താവിനോട് പറഞ്ഞു, തന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസനാണ്, പപ്പയേക്കാൾ അല്പം മൂത്തതാണ്. അപ്പം ഞങ്ങളുടെ പാസ്റ്ററും കുടുംബവും അവർ വീട്ടിൽ ചെല്ലത്തില്ല, അതുപോലത്തെ മഴയാണ്. അവർ വീട്ടിൽ ചെല്ലുന്നവരെയും കർത്താവെ മഴ ഉണ്ടാകല്ലേ എന്ന് ആ വ്യക്തി ദൈവത്തോടൊന്ന് പറഞ്ഞു.
ദൈവം അത് അതുപോലെ അങ്ങ് എന്ത് ചെയ്തു. അത്രയേ ഉള്ളൂ സംഭവിച്ചു. ഞങ്ങളത് കണ്ടു. ഞാൻ പറഞ്ഞോട്ടെ, ആ സമയത്തും അത്രയും വർഷം ശുശ്രൂഷയിലുള്ള ആളാണ് ഈ വ്യക്തി. സ്നാനപ്പെട്ട ആൾ, ഒരു വിശ്വാസിയെ ബലപ്പെടുത്താൻ പാസ്റ്റർ പോയതാണ് കൂടെ ഈ കൊച്ചു സുവിശേഷകനെ. ഞങ്ങൾ രണ്ടുപേരും ബലമേറ്റെടുത്ത് അതിബലമേറ്റെടുത്താണ് ഞങ്ങൾ മടങ്ങി. ആ മനുഷ്യൻ കിടക്കാൻ പറ്റും. ഞാൻ പറയാൻ ഉള്ള കാരണം വ്യക്തമായിട്ട് ഞാൻ പറയാം. കിടന്നാൽ ഈ അകത്തെല്ലാം ക്യാൻസർ അങ്ങോട്ട് സ്പ്രെഡായിട്ട് ഈ വയറിൽ അബ്ഡമൻ്റെ ഒരു വലിച്ചിലുണ്ടാവും. കിടക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യന് പെണ്ണുങ്ങളാണ്, കൊച്ചു പെൺപിള്ളേരും ഈ അമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ മനുഷ്യനെ, വെയിറ്റുള്ള മനുഷ്യനെ ഉന്താൻ പറ്റാത്തതിന് ചാരുകസേരയിലാണ് പുള്ളി 1.5 വർഷമോ മാസങ്ങളോ പുള്ളി കഴിഞ്ഞത്. ആ ചാരുകസേരയ്ക്ക് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് 4 വീലുണ്ടാക്കി. നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പ്രത്യേകം വെൽഡറെ വെച്ച് മോഡിഫൈ ചെയ്താൽ ചാരുകസേരയ്ക്ക് വീലുണ്ടാക്കിയിട്ട് ഈ ചാരുകസേരയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളുന്നത്, ബാത്റൂമിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാനൊക്കെ. മനുഷ്യൻ ആ 1.5 വർഷത്തോടുകൂടി ചാരുകസേരയല്ല, ഇരിക്കാൻ പറ്റത്തില്ല, നേരെ കിടക്കാൻ പറ്റത്തില്ല. ഈ ആംഗിൾ 45 ഡിഗ്രി ആംഗിളിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത്. വേദനയാണ് സഹിക്കുന്നത്. ഞങ്ങളോട് പറയുമ്പോഴും ചിലപ്പം വേദന ഉണ്ടായിരിക്കും. 1 മണിക്കൂർ ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ അതറിയത്തില്ല. പക്ഷേ തൻ്റെ മേൽ പകർന്ന കൃപ, അതിൻ്റെ വ്യാപാരം അത് അതിശക്തമായി. അപ്പോൾ ഒരാൾ വേദനയെക്കൂടി കടന്നു പോകുമ്പോൾ അപ്പോസ്തലനായിക്കോട്ടെ, വർഷങ്ങളായിട്ടുള്ള ദൈവദാസനായിക്കോട്ടെ, അതിനേക്കാൾ കൃപ ഈ വിശ്വാസിയുടെ മേൽ പകരും. ശരിയാണോ? അത് ആ ഒരു മൂവ്മെൻറ്റിലേക്കുള്ളത് മാത്രമല്ല. നമ്മൾ വേദനയെക്കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെ അറിയത്തില്ല നമ്മൾ കടന്ന് അപ്പുറം ചെന്നത്. അപ്പം കൃപ പകരും. അതുകൊണ്ട് ആ കഷ്ടതയെക്കൂടി കടന്നു പോകുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ ദിവസം ഒരു പേഴ്സണൽ കാര്യമായെങ്കിലും എൻ്റെ സഹോദരനായതുകൊണ്ട് ഞാൻ പറയുക. ഷിൽജുബർ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനം, ആ ഓണർ, ഷിൽജുബർ ഇടയ്ക്ക് അവിടെ ഇച്ചിരി ജോലി ബുദ്ധിമുട്ടായതുകൊണ്ട് വിട്ടു. ആ ഓണർ കെഞ്ചി തന്നോട് പറഞ്ഞ് പ്ലീസ് തന്നെ ഇപ്പം കണക്കൂടെ ഏൽപ്പിച്ചിരിക്കുക, ഫുൾ കണക്കൂടെ. 2 ആഴ്ച താൻ ജോലി ചെയ്തുള്ളൂ. താൻ വിശ്വസ്തനാണെന്നും ദൈവ പൈതലാണെന്നും ആ വ്യക്തിക്ക് മനസ്സിലായി. ഷിൽജുബർ ജോലി അവിടെ ഉള്ളപ്പോൾ നല്ല കച്ചവടം, കാര്യങ്ങളെല്ലാം സമാധാനം, എല്ലാം ശാന്തം, ഒരു പ്രത്യേക സന്തോഷമാണ്. ഈ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഷിൽജുബറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ശരിക്കും നിങ്ങൾ ഭയങ്കര ആ പറയുന്ന വ്യക്തി ഇവിടെ നാനാട്ട് കുടുംബത്തിലെ കൗൺസിലറിൻ്റെ ബന്ധുവാണ്, കസിൻ ബ്രദറാണ്, വലിയൊരു മീൻസ് ഒരാളുമാണ്. തനിക്ക് ഒത്തിരി ബിസിനസ്സുണ്ട്, വലിയ കാശുകാരനാണ്. ആ വ്യക്തി ഷിൽജുബറിനോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചെയ്യാൻ വലിയ സന്തോഷമായിരിക്കും. ഷിൽജുബർ എന്നോട് ഇന്നലെ ചർച്ചിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറയാം, എനിക്കല്ലേ അറിയത്തുള്ളൂ ഞാൻ കടന്നു പോകുന്ന വേദനയും ബുദ്ധിമുട്ടും, എന്നാലും എന്നോട് നോക്കി ആ മനുഷ്യരിത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അനുഭവിക്കുന്ന കൃപ അത് ജാതികൾക്ക് മനസ്സിലാവും. അത് ആർക്കാ മനസ്സിലാകാത്ത? പലപ്പോഴും നമുക്കാ മനസ്സിലാകാത്ത. നമ്മൾ ശരിയാ ശിശുബർ ഒരു സൈഡ് ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ കണ്ണുനീരിലും വേദനയെക്കൂടി കടന്നു പോകുമ്പോഴും തൻ്റെ മേൽ പകരുന്ന കൃപയും തൻ്റെ മേൽ ജീവിതത്തിലുള്ള സന്തോഷം ആ കത്തോലിക്ക വ്യക്തിക്ക്, ആ സഹോദരന് മനസ്സിലായി, ആ ബിസിനസ്സുകാരന് മനസ്സിലായി. അല്ലല്ലേ, ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മേൽ കർത്താവ് ആവശ്യമുള്ള സമയത്ത് ധാരാളം കൃപ പകരുന്നുണ്ട്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചുകൂടെ അതിനു വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തീച്ചൂളയുടെ മധ്യത്തിലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും കൊണ്ട് പൊള്ളൽ അനുഭവിക്കാത്തത്. ഈ പൊള്ളൽ അനുഭവിക്കാഞ്ഞുകൊണ്ടാണ് അവർക്ക് ആ തീയുടെ മധ്യത്തിലും തണുപ്പ് അനുഭവിച്ചു, ഇല്ലേ? അവർക്ക് ആ തീയുടെ മധ്യത്തിലും കൃപ അനുഭവിച്ചു. അവർക്ക് ആ തീയുടെ മധ്യത്തിലും അതുകൊണ്ടാണ് പാടി ദൈവത്തെ. പൊള്ളിയിട്ടല്ല അവർ പാടിയത്, പൊള്ളിയില്ല. അവർക്ക് ചൂട് പോലും അതിന് 7 ഇരട്ടി ചൂടാ. കൊണ്ടിടാൻ പോയ മല്ലനായ പടയാളി കരിഞ്ഞു പോയി. പക്ഷെ അവർ നല്ല തണുപ്പോടുകൂടി ഹല്ലേലൂയ സ്വർഗീയ അനുഭവത്തിൽ ആ തീച്ചൂളയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചത്. നമ്മുടെ മേൽ പകർന്ന കൃപ എത്ര വലുതാ! അത് മതി ദൈവമക്കളെ, ഓരോ പകലും കർത്താവിനെ സ്തുതിക്കുവാൻ. അവിടെ നമ്മുടെ പെറുപെറുപ്പൊക്കെ അങ്ങ് നിർത്താം, നമ്മുടെ കംപ്ലൈൻറ്റ് പറിച്ചിൽ നിർത്താം. നമ്മൾ പലപ്പോഴും അറിയുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ മേൽ പകരുന്ന വോളിയൂം ഓഫ് ഗ്രേസ്. ഇറ്റ് ഈസ് അബൻഡൻസ്. അബൻഡൻസ് ഓഫ് ഗ്രേസ്. അത് ഭയങ്കരം അളവില്ലാതെ കൃപ പകരുന്ന കർത്താവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പെറുപെറുപ്പ് ആദ്യം ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഈ പെറുപെറുക്കുന്നവരായുസി നന്നാകത്തുമില്ല. കർത്താവ് പറയുന്നു, ആയുസി എൻ്റെ രാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, അവിടെ സ്വർഗത്തിലിരുന്ന് വേണം എന്ത് ചെയ്യും, കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ. അതാണ് അതൊരു ജഡിക സ്വഭാവമാണ്, ഒരു സാത്താൻ്റെ ബന്ധനമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പെറുപെറുക്കുന്ന ഒറ്റ ഒരെണ്ണം എൻ്റെ സ്വസ്ഥതയിൽ എന്ത് ചെയ്യത്തില്ല. ആ കർത്താവിനെയല്ലേ നമ്മളിപ്പോഴും ആരാധിക്കുന്നത്. കർത്താവിൻ്റെ ഇടയ്ക്ക് പ്രമാണം വല്ലതും മാറ്റിയതായിട്ട് വല്ലയിടത്തും എഴുതിയിട്ടുണ്ടോ? ഇല്ല. പ്രമാണം. എൻ്റെ കർത്താവ് പറഞ്ഞാൽ ഉവ്വ എന്നേ ഉള്ളൂ. അതുകൊണ്ട് പെറുപെറുക്കുന്ന ഒറ്റ ഒരെണ്ണം എവിടെ പോകത്തില്ല,
സ്തോത്രം. അത് ഓർത്തോണം. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ജഡം പെറുവെറുക്കാൻ പറഞ്ഞ നോ, ഐ വിൽ താങ്ക് മൈ ലോഡ്. ഇൻസ്റ്റഡ് ഐ വിൽ ഹല്ലേലൂയ, പകരം ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, എൻ്റെ മേൽ പകരുന്ന കൃപ. മത്തായി സുവിശേഷം യേശു പറഞ്ഞ ഒരു ഭാഗം 2 വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. മത്തായി 5:12, മാത്യു 5:12. സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും മതി. ഇവിടെ എഴുതിയിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായ കൊണ്ട് എന്ത് ചെയ്യണം? അതിന് മേലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ, അടുത്ത വാക്യത്തിലാണ് പിന്നെ പറയുന്നത്, നിങ്ങളുടെ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതാ, അതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവാനാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പ്രതിഫലം ഓർത്ത് സന്തോഷിച്ച് ഉല്ലസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം ഇവിടെ കാണാനൊന്നുമില്ല. കാണാൻ എന്തുവാ ഈ പറയുന്ന വലിയ ഭൗമിക നന്മയോ ലോകത്തിൻ്റെ സന്തോഷം ഒന്നും നമ്മുടെ കയ്യിലില്ല. നിങ്ങളുടെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ എന്ന് മനസ്സിലായിക്കൊണ്ട് എന്ത് ചെയ്യണം? സന്തോഷിച്ച് ഉല്ലസിക്കണം. യെസ്, 10ാമത്തെ വാക്യത്തിലോ എൻ്റെ കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കും. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഷ്ടതയിൽ സന്തോഷിക്കുമാർ. ഒരു ലോകത്തിൻ്റെ ബുദ്ധിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാർ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാ? സാധാരണക്കാർ. നമ്മളെല്ലാവരും സാധാരണക്കാർ. വളരെ പലവിധ ആവശ്യങ്ങളും വിഷമത്തിലും പ്രയാസത്തിലും ഒരു ചെറിയ വിഷയം വന്നാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബലം. അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷേ കർത്താവിൻ്റെ കൃപ പകരുമ്പോൾ നമ്മൾ ആരാ? പ്രൈസ് ലോർഡ്. വരും ദിവസങ്ങളെ സന്തോഷമോർത്ത്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നോർത്ത്, സ്വർഗത്തിലെ ഹല്ലേലൂയ സന്തോഷമോർത്തോ എന്ന് വചനത്തിലല്ലേ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, കർത്താവ് കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോഴും താൻ ഈ ക്രൂശിൽ കൂടി കടന്നു പോകുമ്പോൾ, ഒരു സമയത്ത് ആ ലോക മനുഷ്യർ നോക്കുമ്പോൾ നഗ്നനായി ഒരു സാധാരണക്കാരനെ അപ്പനില്ലാതെ ഉണ്ടായ ഒരു മനുഷ്യനെ അവിടെ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒരു 2 ക്രിമിനൽസിൻ്റെ മധ്യത്തിൽ സ്വർഗീയ കണ്ണാൽ നോക്കുമ്പോഴോ കർത്താവ് അവസാനത്തെ കുഞ്ഞാടായിട്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി വില കൊടുക്കുക, നമ്മളെ വില കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും വാങ്ങിക്കുവാനും അവസാനത്തെ യാഗം നിമിത്തമായി ഇന്ന് കർത്താവിൽ സന്തോഷിക്കുന്നത്. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്താണ് താൻ ഈ കഷ്ടതയും അപമാനവും എല്ലാം സഹിച്ചതെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ, അതുകൊണ്ടാണ് ഭക്തർ പാടുന്നത്, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ വെറും ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്നും എന്തുവാണ്? ശ്രേഷ്ഠനായി. ഈ താഴോട്ട് ആ ഒരു ഭാഗം പറഞ്ഞു നിർത്തുന്നത് വായിച്ചോ. ഞാൻ പെട്ടെന്ന് ഇനിയുള്ള അടുത്ത വാക്യങ്ങൾ വായിക്കാം. കാര്യം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പടം വിഷമം തോന്നും. ഇത്രയും ആഴത്തിലുള്ള ഉപദേശം 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരും കൊടുത്തിട്ട് ഈ 2 കൊരിന്ത്യത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങൾ, ഇനി ഒരു അധ്യായം കൂടെ ഉള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ, 12ാമത്തെ അധ്യായത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോഴും സഭയ്ക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പൗലോസ് സഭയിൽ ചിലരൊക്കെ സമർപ്പിച്ചു, ചിലർക്കൊക്കെ രൂപാന്തരം ഉണ്ടായി. എന്നാലും ഒരു സമയത്ത് ഒരു നല്ലൊരു ഭാഗം ആൾക്കാരും ഒരു പൗലോസിനോട് ഒരു മാനുഷിക വെറുപ്പ്, അവരുടെ കുറ്റങ്ങളെ വെളിപ്പെടുത്തി, വേറെ ഒന്നുമല്ല, അവരുടെ കുറ്റങ്ങളെ കറക്റ്റ് ചെയ്ത്. പൗലോസ് ഇത് വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് ഒരു വിഷമവുമില്ല, നമ്മളെല്ലാവരും കർത്താവിന് മുമ്പിൽ തേജസ്സിന് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട. അതുകൊണ്ട് ആ വാക്യങ്ങളെ പ്രധാന ഭാഗങ്ങൾ ഓർപ്പിച്ച് 11ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അല്പം ഒന്ന് പുകഴ്ത്തി, സത്യമാണ്, പക്ഷേ നിങ്ങൾ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ വിളിച്ച വിളി അനുസരിച്ച്, എന്നെ വിളിച്ച വിളി എന്തുവാന്നും എന്നെ ഏതൊരു അനുഭവത്തിൽ നിന്നാണ് വിളിച്ചതെന്ന് സാക്ഷ്യം പറഞ്ഞ് കർത്താവിന് വേണ്ടി എത്ര വേദന, നിന്ന, കഷ്ടത, അടി, ചങ്ങല, അല്ലെ ഇതെല്ലാം അനുഭവിച്ചു, നഗ്നത, സ്തോത്രം, ഇതെല്ലാം ശീതം, തണുപ്പൊക്കെ അനുഭവിച്ചു എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച 12ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാനൊരു അപ്പോസ്തലനല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനൊരു അപ്പോസ്തലനാണെന്നും ഈ അപ്പോസ്തലനെ കൊണ്ട് ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് ദൈവം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചില്ലേ എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 13ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവരെ കുറവുകളൊക്കെ വെളിപ്പെടുത്തി മറ്റുള്ള സഭകളെ വെച്ചും വചനം വെച്ചും ഇവർ വിളി വെച്ചും ഇവർ ആദ്യത്തെ ഒരു കൃപാവരത്തിനും, അതുകൊണ്ട് ആ കുറവുകളെയൊക്കെ ഞാൻ വെളിപ്പെടുത്തി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൊർഗീവ് മീ ഫോർ ദിസ് റോങ്. നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം? അങ്ങ് പലർക്കും ആ സഭയിൽ ഇപ്പോഴും ക്ഷമിക്കുവാൻ, ഒരാൾ ആക്ഷൻ എടുത്ത് ഒരാളെ പുറത്ത് കളഞ്ഞു, അതൊക്കെയാണ് ഇവർ വിഷമം. ആ വ്യക്തിയുടെ കൂട്ടുകാരനായിരിക്കും. ആ ഒരു ബിഗ് ഷോട്ടിനെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ എന്ത് ചെയ്താൽ പറഞ്ഞാൽ രൂപാന്തരപ്പെടുത്തൂല, ജാതികൾ ഞെട്ടിപ്പോകുന്ന പാപവും വെച്ചോണ്ട് ഇതിൻ്റെ അകത്തിരുന്ന് മൂപ്പൻ കളിക്കുക. ആ പുള്ളി എന്ത് ചെയ്തു? പുറത്ത് കളഞ്ഞു. അതൊക്കെ വിഷമം ഉണ്ടാക്കി. എപ്പോഴും നമ്മളൊരു സ്ട്രിക്റ്റ് ആക്ഷൻ്റെ പുറകിൽ ഒരു റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ അതൊക്കെ അങ്ങ് വിഷമമായിട്ടിരിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുറവുകളെയൊക്കെ ഞാൻ വെളിപ്പെടുത്തി അത് ക്ഷമിക്കുക. 14ാമത്തെ വാക്യത്തിൽ പറയുക, 3ാമത്തെ പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യം വരുമ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പോലെ നിങ്ങളുടെ 1 രൂപ ഞാൻ ചോദിക്കത്തില്ല.
എൻ്റെ ചിലവിന് പോലും നിങ്ങളുടെ അടുത്ത് ഞാൻ എടുക്കത്തില്ല. നിങ്ങൾക്കൊരിക്കലും ഞാനൊരു ഭാരമായി തീരത്തില്ല. മക്കൾ അപ്പൻ ഇവരെ പൗലോസിൻ്റെ ആത്മീയ മക്കളാണ്. അതുകൊണ്ട് അതിലൊക്കെ പൗലോസിനെ വേദനിപ്പിച്ചു. ഒരു ദൈവദാസനായിരിക്കുമ്പോൾ ഇനി അവരെന്തെങ്കിലും നേരത്തെ തന്നിട്ടുണ്ട്, അത് പൗലോസ് അതുപോലെ, പൗലോസിൻ്റെ ജീവിത ശൈലി നിങ്ങൾക്ക് അറിയാമല്ലോ, താനൊന്നും തനിക്ക് വേണ്ടി അതുപോലെ പൗലോസ് യെരൂശലേമിലെ സഭയ്ക്കും മറ്റുള്ള മക്കദോനിയ സഭയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. തിമോത്തിയോസിനെ ഏൽപ്പിച്ചൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് ഈ പ്രാവശ്യം വരുമ്പോഴും ഒരിക്കലും ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി തീരത്തില്ല. എന്നിട്ടൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഈ അവസാനം ഇത് പറഞ്ഞ് നിർത്തുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മനസ്സിലാവും പൗലോസിനെ എത്രത്തോളം വേദനിപ്പിച്ചു. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. 14 വായിച്ചേ. മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ. എത്ര വേദനയോടുകൂടിയായിരിക്കും ഇത് പറഞ്ഞത്. ഒരിക്കലും പിള്ളേരല്ല പേരൻസിന് വേണ്ടി കളക്ട് ചെയ്ത് വെക്കുന്നത്. പേരൻസാണ് കളക്ട് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിള്ളേർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഈ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ചില തരും എന്നല്ലാതെ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഞാൻ പ്രതീക്ഷിക്കുകയോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടിക്കുകയോ നിങ്ങൾക്കൊരു ഭാരമോ പിന്നെയും നിങ്ങൾക്ക് എന്നോട് വിഷമം എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഇത്രയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടും ഇത്രയും ഞാൻ കൊരിന്ത്യ ദേശത്തിലെ പ്രവർത്തനത്തിന് വേണ്ടിയും അവിടുത്തെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഐ ഹാവ് സ്പെൻഡ് ഫോർ യുവർ സോൾസ്. ആത്മാക്കൾക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ അധ്വാനവും തൻ്റെ എല്ലാ അവർക്ക് വിടുതൽ പ്രാപിക്കും. പിശാച് പൗലോസിനോടാണ് പോരാടുന്നത്. ഇത്രയും ഞാൻ പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും 15-ാമത്തെ വാക്യം വായിച്ചേ. സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുവാൻ കഴിയാത്തത് എന്നാ? എൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുവാൻ കഴിയാത്ത. ഞാൻ നിങ്ങളെ അധികമായിട്ട് സ്നേഹിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും എന്നെ എന്ത് ചെയ്യുന്നു? അല്പമായിട്ട് സ്നേഹിക്കുന്നു. അതിൻ്റെ കാരണം എന്നാ? ഞാൻ സ്നേഹിക്കുന്ന പോലും നിങ്ങൾക്ക് എന്നെ ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, പിശാചി കലക്കത്തിൻ്റെ ആത്മാവ് സ്നേഹം, അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട് ചിലര്. 16-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായികളാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരുന്നു. ഇപ്പോഴും പറയുവാ പൗലോസ് എന്തോ ക്രുക്കഡായിട്ട്. അപ്പം അങ്ങനെ പൗലോസ് ക്രുക്കഡാന്ന് ചിന്തിക്കുമാറ് ഈ സഭയിലെ പലരും ഇപ്പോഴും എന്തുവാണ്? മഞ്ഞപ്പിത്തം ഉള്ളവനെല്ലാം മഞ്ഞിച്ച് ഇരിക്കുന്നത്. ഈ കള്ളത്തരം ഉള്ളവനാണ് എല്ലാം കള്ളത്തരമായിട്ട് തോന്നിക്കുന്നത്. അപ്പം ദൈവ്യാഗ്രഹം ഉള്ളവനാണ് എല്ലാം പണത്തിൻ്റെ കാര്യം മാത്രം ചിന്ത വരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാം, ഇവിടെ ചിലരൊക്കെ ഇപ്പോഴും ക്രുക്കഡായിട്ട് ചിന്തിക്കുക, ഞാൻ എന്തോ കൗശലത്തോടുകൂടി നിങ്ങളോട് പെരുമാറിയെന്ന്. അതിൻ്റെ അടുത്ത അധ്യായത്തിലും പറയുക, ഞാനോ നിങ്ങളുടെ അടുത്ത് അയച്ച ആരെങ്കിലും ഡിഡ് ദേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും, ഇവർ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ലപോലൊരു പട്ടണത്തിൽ ഇവരിങ്ങനെ അല്ലായിരുന്നു തുടങ്ങിയപ്പോൾ. പക്ഷേ ക്രിസ്തു അവരെ അനുഗ്രഹിച്ച് ഈ കഴിഞ്ഞ 20-30 വർഷമായിട്ട് 30-35 വർഷമാവുന്നു ഈ 2 കൊരിന്ത്യരുടെ അവസാനം എഴുതുമ്പോൾ AD 65 ആ ഒരു കാലഘട്ടം. ഇവർ ഇത്രയും ഭൗമികമായിട്ട് എന്നിട്ട് പോലും ഇവരിങ്ങനെ പറയും. അല്ലെങ്കിൽ ദൈവം അത് അറിഞ്ഞുകൊണ്ട് സ്തോത്രം ഇവരോട് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തതിൻ്റെ ഞാൻ വിട്ടാരെങ്കിൽ ഡിഡ് ദേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ അയച്ച തീത്തോസ് നിങ്ങളെ എന്തെങ്കിലും കളിപ്പിക്കുകയല്ലോ ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. 19 വായിച്ചേ. ഇത്രയും അധ്യായങ്ങൾ, 1 കൊരിന്ത്യർ 16 അധ്യായങ്ങൾ, 2 കൊരിന്ത്യർ 13 അധ്യായങ്ങൾ, ഇത്രയും അധ്യായങ്ങൾ. ഇത് എളുപ്പമാണോ ദൈവമക്കളെ? അപ്പം നിങ്ങൾക്കറിയാം വെളിപ്പാട് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് അത്ര എളുപ്പമുള്ള, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇരുന്ന് കാണും. പക്ഷേ ഇച്ചിരി പാടാണ് വെളിപ്പാട് കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി പാടാണ്. നമ്മളതുപോലെ എല്ലാം വിട്ട് ദൈവസന്നിധിയിലിരിക്കണം. അതുപോലെ പൗലോസിൻ്റെ ജീവിതം പോലും കുടുംബജീവിതം പോലും വേണ്ടാന്ന് വെച്ച് എല്ലാം വിട്ട് ദൈവസന്നിധിയിലിരുന്ന് വില കൊടുത്താണ് വായിച്ചത്. അപ്പോൾ ഈ ലേഖനങ്ങൾ മുഴുവനും എഴുതുമ്പോൾ ഒരു സഭയോട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവരുടെ ഇൻറ്റേർണൽ ഓരോ കുറവുകൾ, അവർ സ്വർഗത്തിൽ പോകണം, അവരെ ഒത്തിരി സ്നേഹിച്ചു. ഇത്രയും കറക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്നെ എല്ലാ സഭകളെക്കാൾ ഏറ്റവും അധികം കൊരിന്ത്യ സഭയെ സ്നേഹിച്ചു. അവിടാണ് ഏറ്റവും കർത്താവും സ്നേഹിച്ചു. അത് അറിഞ്ഞുകൊണ്ടാണ് പിശാച് തിരുവത്താഴം തൊട്ട് കുടുംബജീവിതം തൊട്ട് എല്ലാം തെറ്റിച്ച് കളയുന്നതുകൊണ്ടാണ് ഈ സഭയോട് എഴുതുമ്പോഴാണ് തിരുവത്താഴം ഇങ്ങനെ, കുടുംബജീവിതം ഇങ്ങനെ. അപ്പോൾ ഈ കുടുംബജീവിതം, തിരുവത്താഴം, നമ്മൾ ഒരുമാതിരി ശുശ്രൂഷിക്കുന്ന എല്ലാ അടിസ്ഥാന പുതിയ നിയമ ക്രിസ്തീയ സഭയുടെ ഉപദേശങ്ങളും ദൈവദാസന്മാർ എടുക്കുന്ന 2 ലേഖനങ്ങളാണ്. ഇത്രയും സമയം നിങ്ങളുടെ
അടുത്തു നിന്ന് ചെലവഴിക്കുവാൻ കാരണം എന്തുവാണെന്നറിയാം? ഇവിടെ എഴുതിയിരിക്കുന്ന ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ യുവർ എഡിഫിക്കേഷൻ. ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നല്ല മനസ്സാക്ഷിയോടി ദൈവം പറഞ്ഞത് അതുപോലെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ശുദ്ധീകരണത്തിനാ എന്ന് പറഞ്ഞിട്ട് 20-ാമത്തെ വാക്യം. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കത്തക്ക വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ. താഴോട്ട് വായിക്കുമ്പോൾ പിന്നെയും കുറേ പാപത്തിൻ്റെ ലിസ്റ്റുണ്ട്. ഞാൻ ഈ പാപത്തിൻ്റെ ലിസ്റ്റെല്ലാം ഞെട്ടിയിരിക്കുക. കാരണം ഇത്രയും 2 ലേഖനം എഴുതിയിട്ടും ഞാൻ 3-ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വരും. പൗലോസിന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, പൗലോസിന് അവിടുത്തെ വിശ്വാസികളുടെ കയ്യിൽ നിന്നും റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, പൗലോസിന് കർത്താവിൻ്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. താനിത് എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാല ഇതിനൊരു തെറ്റുമില്ല, സത്യം മാത്രമേ ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളൂ. 3-ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ദൈവമക്കളെ, ഈ സഭയൊന്ന് ആത്മീയമായിട്ട് വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇവരുടെ അകത്ത് കൊണ്ട് വേറെ എങ്ങും ഇല്ലാത്ത പോലെ സാത്താൻ ഈ അഴുക്കെല്ലാം കൊണ്ടിടുക. അഴുക്കിൻ്റെ പേരുകളൊന്നും വായിച്ചേ. പറയുമ്പോൾ ആരും നോക്കണ്ട, നമ്മളെ തന്നെ നെഞ്ചത്തോട്ട് കൈ വെച്ചൊന്ന് ശോധന ചെയ്താൽ മതി. പിണക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈർഷ്യ, ഈർഷ്യ അവിടെ ജലസി എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അസൂയ, പിന്നെ ക്രോധം, ഔട്ട് ബേസ്റ്റ് ഓഫ് റാത്ത്, ശാഠ്യം അല്ലെ, സെൽഫിഷ് അംബിഷൻസ്, മറ്റുള്ളവരുടെ കുറ്റം പറയുക, കിച്ചു അവിടെ വിടും, അതും ഇതും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഇടയ്ക്കുണ്ടോ? ഇല്ല. സ്തോത്രം. നെഗളം, കലഹം. ഇതൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ വിഷയത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കണം. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആത്മീയമായിട്ട് വളരുവാൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ്റെ പദ്ധതി ഒരു സഭയെ നശിപ്പിക്കുവാൻ, ഒരു കുടുംബത്തെ നശിപ്പിക്കുവാൻ എളുപ്പം. നീ നമ്മൾ നോക്കുമ്പോൾ അതിന് ദൈവദാസന്മാർ ഇപ്പം അതിന് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക. മരണകരമായ പാപം, ഇതൊക്കെ കുശു എന്നുള്ള ചെറിയ കാര്യങ്ങൾ, ഒരു കുഴപ്പമില്ല. നോ, ഇത് മതി നിത്യരാജ്യം നഷ്ടപ്പെടാൻ എന്നാണല്ലേ ഈ വാക്യത്തിൽ വെളിപ്പെടുന്നത്. ഞാൻ വരുമ്പോൾ ഐ വാണ്ട് യു ഗൈസ് ടു റീകൺസൈൽ, യഥാസ്ഥാനം പ്രാപിച്ച് തീരുമാനമെടുത്ത്. നിങ്ങളുടെ പഴയ അനുഭവം ഓർക്കുന്നുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ലാതെ വിശുദ്ധിയിൽ നിന്നതുപോലെ. അല്ലേ? അതുകൊണ്ട് നമ്മൾ ദൈവകൃപയാൽ ഈ സെൽഫിഷ്നെസ്സും ഈ അസൂയയും ഈ കുശുകുശുപ്പും ഈ ഏഷണി പറച്ചിലും ഒന്നും നമ്മുടെ കൂട്ടായ്മയിൽ അവസാനം വരെ ഇല്ല. കാര്യം കർത്താവിൽ ദൈവം നമുക്ക് വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ ആഴ്ച എല്ലാവരും കർത്താവിൽ ഒരു കുടുംബം പോലെ സന്തോഷിക്കുന്ന കണ്ട് നമ്മളെല്ലാവരും കർത്താവിൽ സന്തോഷിച്ചു. ഈ കാലഘട്ടത്തിലും ആദ്യ നൂറ്റാണ്ടിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിൽ ഒരു കുടുംബമായിട്ട് സന്തോഷിക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ ഈ ചെറിയ കൂട്ടം തെളിയിച്ചു. ഇത് കഴിയാത്ത എത്ര കൂട്ടങ്ങൾ ഈ ദേശത്തുണ്ടെന്നറിയാം. പല കൂട്ടങ്ങളും കഴിയുന്നില്ല, പല കൂട്ടത്തിലും തമ്മിൽ അറിയത്തില്ലല്ലോ. നമ്മൾ ശരിക്കും ഒരു കുടുംബം. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഞാൻ പിന്നീട് ആ വീഡിയോ ഒക്കെ നോക്കിയപ്പോഴാണ് ഒത്തിരി ഞാൻ കട്ട് ചെയ്ത്. സ്തോത്രം. അല്ലേ? ഇവിടെ ഒരു കുടുംബത്തിലൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ ഈ സൈഡിൽ ഈ സൈഡിലൊക്കെ ചാടുന്നു ആൾക്കാർ. ഈ വാക്യം എടുത്ത് ഒരു കോമ്പറ്റീഷൻ അതിൻ്റെ വന്നപ്പോഴൊരു സന്തോഷമാണ്. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ ചിലരൊക്കെ ബോൾ പോലെ ചാടും. അത് അല്ലെ സ്വന്തം കുടുംബമാണെങ്കിലല്ലേ നമ്മളത് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ദൈവം നമുക്ക് ഇതുപോലത്തെ നല്ല പ്രോഗ്രാമുകൾ തരട്ടെ, യാത്രകൾ തരട്ടെ, ഒന്നിച്ച് സമയങ്ങൾ ചെലവഴിക്കുവാൻ തരട്ടെ. നമ്മളെ ഒരു കുടുംബമായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മൾ എന്തൊക്കെയെന്ന് ചിന്തിച്ചത്, കൃപ എങ്ങനെയാണ് ലഭിക്കുന്നത്? രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ കൃപയാൽ. ഈ രക്ഷിക്കപ്പെട്ട തൊട്ട് നമ്മുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ കൃപ ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് മാത്രം ദൈവം കൃപ തന്നില്ല. നോ, അവിടെ എഴുതിയിരിക്കുന്ന നെഗളിക്ക് കർത്താവ് കൊടുക്കത്തില്ല, താഴ്മയുള്ളവന് കർത്താവ്. അപ്പോൾ കൃപ ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ത് വേണം? രണ്ടാമത് കർത്താവിൽ ആശ്രയിക്കണം. എൻ്റെ കഷ്ടത്തിൽ പെറുപെറുപ്പ് കൂടാതെ കർത്താവിൽ ആശ്രയിക്കണം. മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, യഹോവയിലും അവനിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ആരാണ്? ഹീ ഈസ് ബ്ലെസ്സഡ്, അവൻ ഭാഗ്യവാൻ. അപ്പം നമ്മളെ അങ്ങനെ ഒരു കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് കൃപ ചോദിച്ച് സാത്താൻ്റെ സ്ഥിരം പരിപാടിയാണ് നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിയെ പുറകെ അങ്ങോട്ട് തള്ളി എന്തെങ്കിലും ലോകത്തിൻ്റെ അവസ്ഥയിലിടും. എന്നിട്ട് ഈ സാത്താൻ തന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? കംപ്ലൈൻറ്റ് പറയും. കണ്ടോ സാംസനെ, അവൻ ബലഹീനതയിൽ വീണു, അവൻ പാപത്തിൽ വീണു. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് കുത്തിക്കൊണ്ടിരിക്കും. ഇനി നീ എങ്ങനെ പ്രാർത്ഥിക്കും? ഇനി നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? നീ വീണു പോയടാ, നീ വീണു. ഇതാണ് സാത്താൻ, ഇത് തന്നെ സാത്താൻ, നാണമില്ലാത്തവൻ. നമ്മളിത് കേൾക്കാൻ കാത്തിരിക്കുക, നമ്മുടെ പ്രാർത്ഥനയും പോയി, നമ്മുടെ എല്ലാം പോയി. നമ്മൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഡൗണാണ്. എന്തെങ്കിലും ഒരു ക്ഷീണം വന്നാൽ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന കം ടു ഹിസ് പ്രസൻസ് അറ്റ് ദ ടൈം ഓഫ് നീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ആസ്ക് ഫോർ ഹിസ് ഗ്രേസ്. കർത്താവിൻ്റെ കൃപ ചോദിക്കാനാ, തൽസമയം കൃപ ലഭിക്കും.
അപ്പം ക്ഷീണം വീഴാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ക്ഷീണം വന്നു തെന്നുന്നു എന്ന് മനസ്സിലാകുമ്പോഴേ കർത്താവേ കൃപ തരണമേ, ധാരാളമായിട്ട് കൃപ തരണമേ. കഷ്ടതയിൽ കൂടും വിഷമത്തിൽ കൂടും പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങൾ, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും പലവിധ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരേക്കാൾ നമ്മുടെ മേൽ ആ സമയത്ത് കൃപ ഭയങ്കരമായിട്ടുണ്ട്. അവിടെ എൻജോയ് ദാറ്റ് പ്രസൻസ് ഓഫ് ദ ലോർഡ്, എൻജോയ് ദാറ്റ് ഗ്രേസ്. ആ കൃപ ധാരാളമായിട്ട് പകരുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി സന്തോഷിക്കുവാനും കർത്താവിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ പ്രതിഷ്ഠകൾ എടുക്കുവാനും പുതിയ ശുശ്രൂഷകൾ പ്രാപിക്കുവാനും ദൈവത്തിന് വേണ്ടി ഇതുവരെ നമ്മൾ ചെയ്യാത്ത ചില കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്ത് ചെയ്യുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുന്നമേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. നമ്മുടെ കാര്യം ആരും നോക്കിക്കോളും, ഭംഗിയായിട്ട് നോക്കിക്കോളും. നമ്മൾ ആരുടെ കാര്യം നോക്കണം? അതിനുള്ള കൃപയും കർത്താവ് നമുക്ക് തരട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും.